മക്കളെ, ഇന്ന് നമുക്ക് 9ാം ക്ലാസ്സിൻ്റെ ഒരു ഫസ്റ്റ് ടൈം ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ഫസ്റ്റ് ടൈം ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും ക്ലിയറായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ കണ്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് നോക്കാം. सूजना चटपट और नटखट कहानी का एक अंश पढ़ें और 1 से 5 तक के प्रश्नों के उत्तर लिखें എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചട്പട് നടുക്കട് എന്ന കഹാനിയിലെ തന്നിരിക്കുന്ന ഭാഗം വായിച്ചതിന് ശേഷം 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നമ്മൾ ഇതിൽ നിന്നും എഴുതേണ്ടത്. നിങ്ങൾ എപ്പോഴും ഏത് മുതൽ ഏത് വരെയുള്ള ചോദ്യങ്ങളാണ് ഓരോ സൂചനയിൽ നിന്നും തരുന്നത് എന്ന് കൃത്യമായിട്ട് നോക്കണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ട് ആൻസർ എഴുതാൻ പറ്റുകയുള്ളൂ. 1 മുതൽ 5 വരെ ഈ തന്നിരിക്കുന്ന ഭാഗത്ത് നിന്നാണ്. അപ്പം അതിനനുസരിച്ച് ശ്രദ്ധിച്ചു വേണം നമ്മൾ ചെയ്യാനായിട്ട്. നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ചട്പട് കിസ് പർ ജുഞ്ചലാത്താത, ചട്പട് ക്യോം കുച്ച് കഹ് ന പാത്താത, സഹി വികൽപ്പ് ചുൻകർ ലിഖേ. सूचना नमूने के अनुसार बदल कर लिखें. चटपट शिकायत करता है, नड़कड़ जड़े पकड़कर झूलता है. ഇവിടെ മാതൃക അനുസരിച്ച് എഴുതാനാണ് പറഞ്ഞത്. ചട്പട് ശിക്കായത്ത് കർത്താഹെ എന്നുള്ള ചട്പട് ശിക്കായത്ത് കർ രഹാഹെ എന്നാണ്. അപ്പോൾ ഇവിടെ വരുന്നത് നടുക്കട് ജഡയും പക്കടുക്കർ ജൂൽത്താഹെ എന്നുള്ളത് ജൂൽ രഹാഹെ എന്ന് വരും. 5 ക്വസ്റ്റ്യൻ ഒന്നിച്ചു നോക്കിയതിന് ശേഷം ആൻസർ പറയാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അഞ്ചാമത്തത്, मान ले कि चटपट घर पहुंचकर नड़कड़ के संबंध में अपनी माम से शिकायत करता है. माम और चटपट के बीच की संभावित बातचीत तैयार करें. ഇത് നമ്മൾ പഠിച്ച വാർത്താലാപമാണ്. നിങ്ങൾ നോട്ടിൽ എഴുതിയതാണ്. അത് നോക്കിയിട്ട് പഠിക്കുക. ആര് തമ്മിലുള്ള സംഭാഷണമാണ് ചോദിച്ചത്? ചട്പടും അതുപോലെ തന്നെ അമ്മയും. ചട്പടും അമ്മയും തമ്മിലുള്ള വാർത്താലാപമാണ്. ഇനി ഒരു ഓർ ക്വസ്റ്റ്യൻ വരുന്നത്, ചട്പട് ഓർ നട്കട് കഹാനി കാ ഹംശ പഠിക്കർ ദിയേ ഗയേ പ്രശ്നോ കാ ഉത്തർ ലിഖേ. ഈ താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. कपड़े सूख गए छोटे, चटपट ने हफ्ते हुए लेकिन गुश होते हुए कहा, हाँ बड़े वाकई कपड़े तो सूख गए. नटखड़ ने भी गुश होकर कहा. പ്രസ്തുത ഘടന കെ ആധാർ പർ ചട്പട് കെ ഏക് ദിൻ കി ഡയറി തയ്യാർ കരി എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ മുകളിൽ തന്ന സൂചന ഉണ്ടല്ലോ, അതനുസരിച്ചിട്ട് ചട്പടിൻ്റെ ഒരു ദിവസത്തെ ഡയറി തയ്യാറാക്കുക. ഇത്രയും ഭാഗമാണ് നമുക്ക് 5 ക്വസ്റ്റ്യൻ വരുന്നത്. കണ്ടോ, 5 ക്വസ്റ്റ്യൻ ഇത്രയും ഭാഗമാണ് വരുന്നത്. നമ്മൾക്ക് മുകളിൽ നമ്മളൊരു സൂചന വായിച്ചു. ഈ സൂചനയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ 4 ക്വസ്റ്റ്യൻ ഇവിടെ വരുന്നത് അല്ലേ. 5ാമത്തെ ക്വസ്റ്റ്യനിൽ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണ് കപ്പടെ സൂക്കുകയെ ചോട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പാരഗ്രാഫിൽ നിന്നും ഡയറി തയ്യാറാക്കാനാണ് വന്നത്. അത് നിങ്ങൾക്ക് ചട്പടുക്കോ ബീച്ചിക്ക് സംവാദ ബാത്ചിത്ത് തയ്യാർ കരി. ഈ ബാത്ചിത്ത് വരെ നിങ്ങൾക്കറിയാം, നിങ്ങൾ ബാത്ചിത്ത് പഠിച്ചിട്ടുണ്ട് എങ്കിൽ ഇത്ര വരെ എഴുതിയാൽ മതി. ഈ ഓർ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 5 ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. ചട്പട് നടുക്കട് പർ ജുഞ്ചലാത്താത എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. രണ്ടാമത്തത്, ക്യോങ്കി ബഡാ ഹോനെ കെ കാരൻ ചട്പട് കോ ചോട്ടാ ബായി നടുക്കട് കി ദേഖ് ഭാൽ കാ ദായിത്വ നിഭാനാത. എന്തുകൊണ്ടെന്നാൽ മുതിർന്നതായത് കാരണം ചട്പടിന് ചെറിയ സഹോദരനായ നടുക്കടിനെ സംരക്ഷണം ദേഖ് ഭാൽ കാ ദായിത്വ അവനെ നോക്കാനുള്ള ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതായിട്ടുണ്ടായിരുന്നു. വഹ് പ്ലസ് കോ ആണ് ഉസ്കോ അല്ലെങ്കിൽ ഉസേ. വഹ് പ്ലസ് കോ, ഉസ്കോ അല്ലെങ്കിൽ ഉസേ. നട്കട് ജഡേം പക്കഡ്കർ ജൂൽത്താ രഹ്താ ഹെ. നമ്മൾ നേരത്തെ ഇവിടെ ഒരു മാതൃക അനുസരിച്ച് എഴുതാനുള്ള കണ്ടല്ലോ, 4ാമത്തത്. അതിനെയാണ് അവിടെ പറഞ്ഞത്. 4ാമത്തത് ജൂൽത്താ ഹെ എന്നുള്ളത് ജൂൽത്താ രഹ്താ ഹെ. ഈ താ എന്നതാണ് എന്താകുന്നത്? രഹാ രഹേ രഹി എന്നാവുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ജൂൽത്താ രഹ്താഹെ എന്നല്ല വരുന്നത്. നടുക്കട് ജഡയും പടുക്കടുക്കാർ ജൂലാ രഹ്താഹെ എന്നാട്ട് വരുന്നത്. ജൂൽത്താ രഹ്താഹെ എന്നത് തെറ്റാണ്. നടുക്കട് നടുക്കട് ജഡയും പക്കടുക്കാർ ജൂൽ എന്നുള്ള എടുക്കുള്ളൂ നമ്മൾ. പിന്നെ ഈ താ എന്നുള്ളതാണ് രഹാ രഹേ രഹി എന്നൊക്കെ ആവുന്നത്. അപ്പം നടുക്കട് ജഡയും പക്കടുക്കാർ ജൂൽ വരെ എടുക്കുക.
ജൂൽ. പിന്നെ ഈ താ എന്നത് രഹാഹേ എന്നാക്കുക. ഇവിടെ എഴുതിയ പോലെ തന്നെയാണ് വരിക. ഇവിടെ കർ എന്നല്ലേ, കർ വരെ ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ. ചട്പടി ശിക്കായത്ത് കർ, ചട്പടി ശിക്കായത്ത് കർ, കർ കണ്ടില്ലേ. രഹാഹേ, ഈ താക്കി പകരാണ് രഹാഹേ എന്ന് എഴുതിയത്. താൽക്കാലിക വർത്തമാനകാലമാണ്, തുടർച്ചാ വർത്തമാനകാലം അല്ലേ. താൽക്കാലിക വർത്തമാനകാലമാണ് രഹാ രഹി രഹി എന്ന് വരുന്നത്. സാമാന്യ വർത്തമാനകാലമാണ് താ എന്ന് വരുന്നത്. അപ്പോൾ ഇവിടെ താൽക്കാലിക വർത്തമാനകാലത്തിലേക്ക്, അതാ തുടർച്ച, നടന്നുകൊണ്ടിരിക്കുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതിലേക്കാണ് മാറിയത്. അപ്പോൾ ഇവിടെ താ എന്നത് രഹ എന്നൊരു ജൂൽ രഹാഹെ എന്നാണ് വരും മക്കളെ. നമ്മൾ ആൻസർ കീയിൽ നോക്കിയത് തെറ്റാണ്. ജൂൽ താ രഹ എന്നല്ല, ജൂൽ രഹ എന്നാണ് വരുന്നത്. ഇനി ഈ 5ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ചെയ്തതാണ്, വേറെ ഒരു ക്ലാസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ആയിട്ടും അല്ലാതെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തന്നതിലൊക്കെ ഉണ്ട്, നിങ്ങൾ പഠിച്ച കാര്യമാണ്, അത് തന്നെ പഠിക്കാം. ഇനിയും കയ്യിൽ ഈ വാർത്താലാപം ഇല്ല എന്ന കുട്ടികളുണ്ടെങ്കിൽ ഹിന്ദി വിന്നറിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അത് സിമ്പിളായിട്ടാണ് എഴുതിയത്, ആവശ്യമുള്ളവർക്ക് എടുത്തിട്ട് പഠിക്കാം. ഓക്കെ. ഇനി ഇവിടെ താഴെ തന്നിരിക്കുന്നത് ഈ കപ്പടെ സൂക്ക് ഗയെ ചോട്ടെ ചട്പടിനെ ആഫ്തെ ഹുയെ ലേക്കിൻ ഗുഷ് ഹോത്തെ ഹുയെ കഹാ. ആ വസ്ത്രം ഉണങ്ങി ചോട്ടെ എന്ന് ചട്പട് കിതച്ചുകൊണ്ടും എന്നാൽ സന്തോഷത്തോടു കൂടിയുമാണ് പറഞ്ഞത്. ആ ബഡേ വാക്കയി കപ്പടേക്കോ സൂക്ക് ഗയെ. അപ്പം എന്താ പറഞ്ഞത്, അതേ ചേട്ടാ വസ്ത്രം എന്തായിട്ടുണ്ട്, ഉണങ്ങിയിട്ടുണ്ട്. നടുക്കടിനെ കുശോത്തെ ഹുയെ കഹാ, നടുക്കട സന്തോഷത്തോടു കൂടി പറയുന്നു. അപ്പം ഈ ഒരു ഭാഗം ആ സന്ദർഭം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡയറി എഴുതേണ്ടത്. ഇത് ഓർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഓർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ ഡയറി, രണ്ടും പഠിച്ചു വെക്കുക എന്തായാലും. ഇനി അടുത്തത് നോക്കാം. ബഹുത്ത് ദിനോ കെ ബാദ് കവിത കാ അംശ് പഠേം ഓർ 6 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നമ്മൾ ഇതിൽ നിന്ന് എഴുതേണ്ടത്. ബഹുത്ത് ദിനോ കെ ബാദിൻ്റെത് 6, 7, 8, 9 വരെയുള്ള ചോദ്യമാണ് നമ്മൾ ബഹുത്ത് ദിനോ കെ ബാദിൽ നിന്നും എഴുതേണ്ടത്. അപ്പോൾ ഈ ബഹുത്ത് ദിനോ കെ ബാദ് എന്ന കവിതയിൽ നിന്നും എത്ര മാർക്കിനാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. 1, 4, 1, 5, 6, 8, 8 മാർക്കിനാണ് വന്നത് അല്ലേ. 6 മുതൽ 9 വരെയല്ലേ പറഞ്ഞത്. അപ്പോൾ 6, 7, 8, 9-ന് 1 മാർക്ക്. അപ്പോൾ എത്ര മാർക്കിനാണ് വന്നത്, 4, 5, 8 മാർക്കിനാണ് വന്നിരിക്കുന്നത്. ബഹുത്ത് ദിനോ കെ ബാദ് എന്ന കവിതയിൽ നിന്നും 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തന്നിരിക്കുന്നത് ചട്പടി നടുക്കടാണ് അല്ലേ. ഇതിൽ നിന്ന് എത്ര മാർക്കിന് വന്നിട്ടുണ്ട് എന്ന് നോക്കാം. 3, 4, 8. ഇവിടെ എത്ര മാർക്കിന് വന്നിട്ടുണ്ട്, 8 മാർക്കിന് വന്നിട്ടുണ്ട്. ചട്പടി നടുക്കടിൽ ഒരു 11 മാർക്കിനൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. 11 മാർക്ക്, 11-ലേറെയൊക്കെ എന്തായാലും വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ബഹുത്ത് ദിനോ കെ ബാദിൽ 8 മാർക്കിന്. അപ്പം അതിലുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബഹുത്ത് ദിനോ കെ ബാദ് കവി കോ നയ एहसास क्यों हो रहा है, कोकिल कंडी तान से क्या तात्पर्य है, കവിത കാ ആശയം ലിഖിയും. ബഹുത്ത് ദിനോ കെ ബാദ് കവിതയുടെ ആശയം നമ്മൾ പഠിച്ചതാണ്. കയ്യിലില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ ഹിന്ദി വിന്നർ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ആശയം മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എടുത്തിട്ട് പഠിക്കുക. അപ്പം നമുക്ക് ഇവിടെ തന്നിരിക്കുന്നതിന് 6, 7, 8 കവിതയുടെ ആശയമാണ്. 9ാമത്തെ ചോദ്യം, കോഷ്ടക് സേ വിശേഷൺ ശബ്ദ ചുൻകർ ലിഖിയേ. ഗർ കഹാനി കാ अंश बढ़कर दिए गए प्रश्नों का उत्तर लिखिए. അപ്പോൾ 9ാമത്തെ ശരിക്കും ഗർ എന്ന കഹാനിയിൽ നിന്നാണ് വരുന്നത് അല്ലേ. जब वे घर में गिरने लगी वे आइए सामने गड़े होकर मुस्कुराने लगे तभी उन्हें आईने में छिपकली दिखी. नए घर में उन दोनों की यह पहली मुलाकात थी. छिपकली नए घर में रहने लगी. वस्तु प्रसंग पर मित्र के नाम छिपकली का പത്ര തയ്യാർ കരേം. അപ്പോൾ അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ആ പത്ര തയ്യാറാക്കുന്നതിന് 4 മാർക്ക് വേണ്ടേ. കോഷ്ടക് സേ വിശേഷ ശബ്ദ ചുൻകർ ലിഖിയേ താൻ ഫൂൽ ഫസലേം ചന്ദർ മർണി. അപ്പോൾ ഇത് ഓർ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. യാ ഉണ്ട്, അവിടെ യാ എന്ന് തന്നിട്ട് ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 6, 7, 8ൻ്റെ ആൻസർ നോക്കാം. 6, 7, 8ൻ്റെ ആൻസർ. कवि बहुत दिनों के बाद अपने गांव में वापस आ रहे हैं. वे अपने गांव की विशेषताओं को आस्वादन कर रहे हैं.
കവി ബഹുത്ത് ദിനോക്കെ ബാദ് കവി കുറേ ദിവസങ്ങൾക്ക് ശേഷം അപ്പനെ ഗാവുമേ ആപ്പസ് ആ രഹേ ഹെ തൻ്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരുന്നു. വേ അപ്പനെ ഗാവ് കി വിശേഷതാവോं का ആസ്വാദൻ कर रहे हैं. അദ്ദേഹം തൻ്റെ ഗ്രാമത്തിലെ ഗാവ് കി വിശേഷതാവും തൻ്റെ ഗ്രാമത്തിലെ വിശേഷതകൾ ആസ്വദിക്കുകയാണ്. അദ്ദേഹം വീണ്ടും ആസ്വദിക്കുകയാണ് അല്ലേ. കുറേ കാലത്തിന് ശേഷം തിരിച്ചു വന്നിട്ട് തൻ്റെ ഗ്രാമത്തിൻ്റെ വിശേഷതകളൊക്കെ ആസ്വദിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്തായിരുന്നു ആറാമത്തെ ചോദ്യം? ബഹുത്ത് ബാദ് കവിക്കോ നയ എഹ്സാസ് ക്യോ ഹോ രഹാ. പുതിയൊരു അനുഭവമായിട്ട് തോന്നിയത് എന്തുകൊണ്ട്? അതായത് അദ്ദേഹം കുറേ വർഷങ്ങൾക്ക് ശേഷം കുറേ കാലങ്ങൾക്ക് ശേഷം തിരിച്ചു വരികയാണ് അല്ലേ. ബഹുത്ത് ദിനോക്കെ ബാദ് ആനയ്ക്ക് കാരണം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം തിരിച്ചു വന്നത്. ഇനി കോകിൽ കണ്ടി താൻ സേ ക്യാ തത്പര്യ ഹേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോകിൽ കണ്ടി താൻ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദ്യം. കോകിൽ കണ്ടി താൻ കാ മത്ലബ് ഹേ സുരീലി ആവാസ് വാലി താൻ. സുരീലി ആവാസ് സുന്ദരമായ ശബ്ദം എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കോകിൽ കണ്ടി താൻ എന്നതുകൊണ്ട് സുന്ദരമായ ശബ്ദം എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി എട്ടാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആശയം എഴുതാനാണ് അല്ലെ. കവിതേൻ്റെ ആശയം എഴുതാനാണ്. അത് നമ്മൾ പഠിച്ചത് എഴുതുക. പിന്നെ ചന്ദൻ വർണ്ണി ഒമ്പതാമത്തത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ कोष्टक से विशेषण शब्द चुनकर लिखिए. താൻ ഫൂൽ ഫസലേം ചന്ദൻ വർണ്ണി. അപ്പം എന്താണ് വരുന്നത്? ചന്ദൻ വർണ്ണി അല്ലേ. ഒമ്പതാമത്തെ വരുന്നത് ചന്ദൻ വർണ്ണി. അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ निम्नलिखित वाक्यों में से शस्ती की 4 विशेषताएं चुनकर लिखिए. താഴെ തന്നിരിക്കുന്ന സെന്റൻസുകളിൽ ശസ്തിയുടെ 4 വിശേഷതകൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ब्लर्ब या शस्ती किसी प्रस्तुत या सिनेमा के प्रचार के लिए लिखे जाने वाले प्रेरक सारांश है. रचना की तरह पाठक या दर्शक को आकर्षित करता है. इसमें रचना और रचनाकार से संबंधित विस्तृत विवरण मिलता है. यह किताब या प्रचारण सामग्री के पिछले आवरण पृष्ठ पर छपा जाता है. ब्लर्ब या शस्ती एक सृजनात्मक कार्य है. इसकी भाषा और शैली सामान्य होती है. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് 4 വിശേഷതകളാണ് എഴുതേണ്ടത്. ഇവിടെ 6 തന്നിട്ടുണ്ട്. നമ്മൾ അതിൽ ശരിയായിട്ടുള്ള 4 എഴുതുക. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ നോക്കാം. ब्लर्ब या शस्ती किसी पुस्तक या सिनेमा के प्रचार के लिए लिखे जाने वाले प्रेरक सारांश है. रचना की तरह पाठक या दर्शक को आकर्षित करता है. यह किताब या प्रचारण सामग्री के पिछले आवरण पृष्ठ पर छपा जाता है. ब्लर्ब या शस्ती एक सृजनात्मक कार्य है. ഇത്രയാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി 11ാമത്തെ ചോദ്യം നോക്കാം. 11ാമത്തെ ചോദ്യം चिपकली फरहाद के घर में जीवन गुजारना क्यों चाहती है. ചിപ്കലി ഫർഹാദിൻ്റെ വീട്ടിൽ ജീവിതം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ഇനിയുള്ള കാലം കഴിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കാനുള്ള കാരണം എന്ത് എന്നാണ് ചോദിച്ചത്. कोष्टक में दिए गए शब्दों की सहायता से वाक्य को आगे बढ़ाए. बातचीत एक ही वाक्य में. 2 സെൻറ്റൻസാണ് നമ്മൾ ഇവിടേക്ക് എഴുതേണ്ടത് കേട്ടോ. ശബ്ദം ഇവിടെ തന്നിട്ടുണ്ട്. ബാത്ചിത്ത് എന്നും ഏക് ഹി വാക്യമേം എന്നും. ചിപ്പക്കലീനെ കഹ ചിപ്പക്കലീനെ സമാപ്ത് കർത്തേ ഹുയെ കഹ. ഇനി 2 വെച്ചിട്ട് നമ്മൾ ഇവിടേക്ക് ഉണ്ടാക്കി എഴുതണം. ഗർ കഹാനി മേ കിൻ ജാൻവരോ കാ ഉല്ലേഖ് ഹുവാ ഹെ. ഗർ എന്ന കഥയിൽ ഏത് മൃഗത്തിനെയാണ് ഉല്ലേഖനം ചെയ്തിരിക്കുന്നത്. പ്രകൃതി സബ്കാ ഗർ ഹെ വിഷയ് പർ ഏക് പോസ്റ്റർ തയ്യാർ കരേ. പ്രകൃതി എല്ലാവരുടെയും വീടാണ് എന്ന വിഷയത്തിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന സൂചന ഗർ എന്ന കഹാനിയിലാണ്. 11 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരമാണ് നമ്മൾ അതിൽ നിന്ന് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ആ സൂചന നോക്കാം. സോ അബ് മേരാ ഇരാദ ശ്രീമാൻ ഫർഹാദ് കെ ഘർ മേ ഹി ബച്ചാ ഗുച്ചാ ജീവൻ ഗുസാർനെ കാ ഹെ. അതുകൊണ്ട് ഇനി ബാക്കിയുള്ള ജീവിതം ഫർഹാദിൻ്റെ വീട്ടിൽ ശേഷിച്ച ജീവിതം ചിലവഴിക്കാനാണ് എൻ്റെ ആഗ്രഹം.
ചിപ്കലിനെ ഏക് ഹി വാക്യമേ ബാത്ചീത് സമാപ്ത് കർത്തേ ഹുയെ കഹ. ചിപ്കലി ഒറ്റ വാക്യത്തിൽ സംസാരം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. വിചാർ അച്ഛാ ഹേ ഗിർഗിറ്റ് ബോല. ആ ചിന്തയൊക്കെ നല്ലത് തന്നെ എന്ന് ഗിർഗിറ്റ് പറഞ്ഞു. 11ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. 11ാമത്തെ ആൻസർ വരുന്നത് क्योंकि फरहाद अन्य जीव जंतुओं के प्रति स्नेहपूर्ण व्यवहार करने वाला है. എന്തുകൊണ്ടാണ് ചിപ്കലി ഫർഹാദിൻ്റെ വീട്ടിൽ ബാക്കിയുള്ള ജീവിതം അവിടെ തന്നെ ചിലവഴിക്കാൻ തീരുമാനിച്ചത് എന്നായിരുന്നു ചോദ്യം അല്ലേ. എന്തായിരുന്നു അങ്ങനെ അവിടെ തന്നെ കഴിഞ്ഞുകൂടാൻ തീരുമാനിക്കാനുണ്ടായ കാരണം? ക്യോംകി എന്തുകൊണ്ടെന്നാൽ, ക്യോംകി ഇവിടെ താല്ല കേട്ടോ, ക്യോംകി മാത്രമേ ഉള്ളേ. ക്യോംകി എന്തുകൊണ്ടെന്നാൽ ഫർഹാദ് അന്യ ജീവജന്തുവൊക്കെ പ്രതി, ഫർഹാദ് മറ്റു ജീവജാലങ്ങളെ പ്രതി സ്നേഹപൂർണ്ണ വ്യവഹാർ കർണവാലാഹെ, സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു വ്യക്തിയായിരുന്നു. എല്ലാ ജീവജാലങ്ങളോടും സ്നേഹത്തോടെ പെരുമാറുന്ന വ്യക്തിയായതുകൊണ്ടാണ് ഇനി ശേഷിച്ച ജീവിതം അവിടെ ചിലവഴിക്കാൻ തീരുമാനിച്ചത്. അടുത്തത് ആശയ സമജിക്കർ വാക്യ പിരമിഡ് പൂർത്തി കരയും എന്നായിരുന്നു ക്വസ്റ്റ്യൻ അല്ലേ. അപ്പം നമുക്ക് ആ വാക്യ പിരമിഡ് തയ്യാറാക്കാം. 12ാമത്തെ ചോദ്യം. വാക്യ പിരമിഡ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് വാക്യ പിരമിഡ്. ചിപ്കലീനെ കഹ, ചിപ്കലി പറഞ്ഞു. ചിപ്കലീനെ സമാപ്ത് കർത്തേ ഹുയേ കഹ. ചിപ്കലി അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. സമാപ്ത് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു എന്നാണ്. അപ്പം എന്താണ്? ചിപ്കലീനെ ഏക് ഹി വാക്യമേ സമാപ്ത് കർത്തേ ഹുയേ കഹ. ചിപ്കലീനെ ഏക് ഹി വാക്യമേ സമാപ്ത് കർത്തേ ഹുയേ കഹ. അടുത്തത് ചിപ്കലീനെ ബാത്ചീത് ഏക് ഹി വാക്യമേ സമാപ്ത് കർത്തേ ഹുയേ കഹ. ഇവിടെ ഉണ്ട് ആ സെൻറ്റൻസ്. ചിപ്കലീനെ ഏക് ഹി വാക്യമേ ബാത്ചീത് സമാപ്ത് കർത്തേ ഹുയേ കഹ. കണ്ടോ? ആ ഒരു സെൻറ്റൻസ് ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ സെൻറ്റൻസ് നിങ്ങൾക്ക് തന്ന പാരഗ്രാഫിലുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ഇവിടെ ചിപ്കലീനെ കഹ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ചിപ്കലീനെ ഫസ്റ്റ്, പിന്നെ കഹ എന്നുള്ള ലാസ്റ്റ്. ചിപ്കലീനെ കഹ, ചിപ്കലീനെ സമാപ്ത് കർത്തേ ഹുയേ കഹ. അപ്പം പിന്നെ ലാസ്റ്റ് ഒന്നും ഇങ്ങോട്ടേക്ക് പോരുമ്പോൾ സമാപ്ത് കർത്തേ എന്നല്ല കണ്ടത്, സമാപ്ത് കർത്തേ ഹുയേ കഹ. അടുത്തത് ചിപ്കലീനെ ബാത്ചീത് സമാപ്ത് കർത്തേ ഹുയേ കഹ എന്ന് പറയാം കേട്ടോ. ഏക് ഹി വാക്യമേ 2 സെൻറ്റൻസ് അവിടെ ചേർത്താലും തെറ്റായിട്ട് വരൂല. ഇനി ബാത്ചീത്ത് നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ പോരുമ്പോൾ ബാത്ചീത്താണ് അടുത്ത് വരുന്നത് അല്ലേ. അപ്പോൾ ചിപ്കലീനെ ബാത്ചീത് സമാപ്ത് കർത്തേ ഹുയേ കഹ. ലാസ്റ്റ് ചിപ്കലീനെ ഏക് ഹി വാക്യമേ ബാത്ചീത് സമാപ്ത് കർത്തേ ഹുയേ കഹ. മനസ്സിലായില്ലേ? ഇനി അടുത്തത് ഗർ കഹാനി മേ കിൻ ജാൻവരോ കാ ഉല്ലേഖ് ഹുവാ ഹേ എന്നാണ് ചോദ്യം. 13ാമത്തെ ചോദ്യമാണ്. മക്കടി, മക്കിയാം, മച്ചർ, ചീംട്ടി, തതയ്യ, ചിടിയാം, ഗിൽഹരി, ചിപ്കലി, മേണ്ടക്ക്, അത്രയും ചൂഹ അല്ലേ, ചൂഹേനെയും പറയുന്നുണ്ട്. ചൂഹ വരികയും പോവുകയും ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം അതിൽ ഏതൊക്കെ ജീവികളെയാണ് പറയുന്നതെന്ന്. അപ്പം നമ്മൾ ആ ജീവികളൊക്കെ എഴുതാം. മക്കടി, മക്കിയ, മച്ചർ, ചീംട്ടി, തതയ്യ, ചിടിയ, ഗിൽഹരി, ചിപ്കലി, മേണ്ടക്ക്. ഇനി 14ാമത്തെ ചോദ്യം നോക്കാം. 14ാമത്തെ ചോദ്യം. 14ാമത്തെ ചോദ്യമാണ്. പ്രകൃതി സബ്കാ ഘർ ഹേ വിഷയ് പർ ഏക് പോസ്റ്റർ തയ്യാർ കരേം. പ്രകൃതി എല്ലാവരുടെയും വീടാണ് എന്ന വിഷയത്തിൽ എന്ത് ചെയ്യണം? ഒരു പോസ്റ്റർ തയ്യാറാക്കണം. അതിന് നിങ്ങൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ പകുതിയിലേറെ, ഒരു 1/4 ഭാഗത്തോളം സ്ഥലം എടുത്തിട്ട് എന്ത് ചെയ്യണം? അവിടെ ഒരു ബോക്സ് വരയ്ക്കുക. ബോക്സ് വരച്ചിട്ട് അതിലാണ് നിങ്ങൾ ഈ പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. വളരെ മനോഹരമായിട്ട് തന്നെ പിക്ചർ വരച്ച് ഒരു 2 സെൻറ്റൻസ് എഴുതിയിട്ട് പോസ്റ്റർ തയ്യാറാക്കുക. പ്രകൃതി സബ്കാ ഘർ ഹേ എന്ന് കൊടുക്കണം. അതാണല്ലോ വിഷയം. അപ്പോൾ പ്രകൃതി സബ്കാ ഘർ ഹേ, എന്നിട്ട് പ്രകൃതിയെ നശിപ്പിക്കരുത് എന്ന രീതിയിലുള്ള 2 സന്ദേശവാക്യവും കൂടെ കൊടുത്തിട്ട് ആ ഒരു പോസ്റ്റർ കംപ്ലീറ്റ് ആക്കുക. മനസ്സിലായോ? ഇനി 15ാമത്തെ ചോദ്യമാണ്. 15ാമത്തെ ചോദ്യം.
कवि ने प्लास्टिक के सारे फूल क्यों तोड़ डाले? 15ാമത്തെ ചോദ്യം വരുന്നത് ഫൂൽ എന്ന കവിതയിൽ നിന്നാണ്. ഫൂൽ എന്ന കവിത. ഫൂൽ എന്ന കവിത വരെയാണ് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുക. ഇനി കുറച്ച് ലീവൊക്കെ വന്നതുകൊണ്ട് ഫൂൽ എന്ന ചാപ്റ്റർ ഒഴിവാക്കുമോ എന്നറിയില്ല. ഫൂൽ എന്ന 2 യൂണിറ്റ് ആയിരുന്നു നമുക്ക് പറഞ്ഞത്. അപ്പോൾ അത് ഫൂൽ വരെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫൂൽ എന്ന കവിത നമുക്കൊന്ന് വായിച്ചു നോക്കാം. मैंने प्लास्टिक के सारे फूल तोड़ डाले और फावड़ा लेकर अपने आंगन की मिट्टी से जूझने लगा. मिट्टी मुस्कराई, हवा गिलगिलाई, जल कड़ 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 गाने लगा. ആ ഒരു ഭാഗമാണ് തന്നിരിക്കുന്നത്. ചോദ്യം കവിനെ പ്ലാസ്റ്റിക് കെ സാരേ ഫുൽ ക്യോം തോട് ഡാലേ. കവി എന്തിനാണ് പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാ പൂക്കളും പറിച്ചെറിഞ്ഞത്? 16ാമത്തെ ചോദ്യം അപ്പനെ ആംഗൺ കെ मिट्टी से जूझने लगा. मिट्टी से जूझना से क्या तात्पर्य होता है? മിട്ടി സെ ജൂഞ്ചന എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദ്യം. സംഘർഷ് കർണേ കെ ലിയെ കവിതാ മേം പ്രയുക്ത ശബ്ദ കോൺസായ? സംഘർഷ് എന്നതിന് കവിതയിൽ പ്രയോഗിച്ചിരിക്കുന്ന ശബ്ദ് ഏതാണ്? यदि कवि के स्थान पर आप होते तो क्या പ്രക്രിയ होती? ഒരു പക്ഷേ കവിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നു എങ്കിൽ നിങ്ങൾ എന്ത് പ്രതിക്രിയയാണ് ചെയ്യുമായിരുന്നത് എന്നാണ് 18ാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 15ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ നോക്കാം. 15ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ कवि अपने घर में प्रकृति का स्वाभाविक वातावरण लाना चाहते हैं. കവി തൻ്റെ വീട്ടിൽ പ്രകൃതിയുടെ സ്വാഭാവികമായിട്ടുള്ളൊരു വാതാവരണം, ഇപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ചുറ്റുപാട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയും ബച്ചോം കോ ഫൂലോം കി പഹ്ചാൻ സെ വഞ്ചിത് നഹീ ഹോനാ ചാഹത്തെ. കുട്ടികളെ ബച്ചോംകോ ഫൂലോം കി പഹ്ചാൻ, കുട്ടികൾ പൂക്കളെ തിരിച്ചറിയുന്നതിൽ നിന്നും വഞ്ചിതരാവാതിരിക്കാനും ആഗ്രഹിച്ചിരുന്നു. ഈ 2 കാരണത്താലെയാണ് അദ്ദേഹം വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങിയത്? തൂമ്പയെടുത്തിട്ട് മണ്ണ് കളച്ചിട്ട് പ്രകൃതിയിൽ ചെടി നട്ട് വളർത്താൻ വേണ്ടി തുടങ്ങിയത് അല്ലേ. 16 യഹാ മിട്ടി സെ ജൂഞ്ചനെ കാ മത്ലബ് ഹെ മിട്ടി മേ മേഹനത്ത് കർണ. ഇവിടെ മിട്ടി സെ ജൂഞ്ചന എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നായിരുന്നു ചോദിച്ചത്. അതിൻ്റെ അർത്ഥം മിട്ടി മേ മേഹനത്ത് കർണ, മണ്ണിൽ പരിശ്രമിക്കുക. ജൂഞ്ചന എന്നാണ് 17ാമത്തെ ആൻസർ വരുന്നത്. 17ാമത്തെ ചോദ്യം നമുക്കൊന്നുകൂടെ നോക്കാം. 17ാമത്തെ ചോദ്യം സംഘർഷ് കർണേ കെ ലിയെ കവിതാമയം പ്രയുക്ത ശബ്ദ കോൺസാ ഹെ എന്നാണ് ചോദിച്ചത്. സംഘർഷ് എന്നതിന് കവിതയിൽ പ്രയോഗിച്ചത് ജൂഞ്ചന എന്നാണ്. 18 യദി കവിക്ക് സ്ഥാൻ പർ, കവിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നു എങ്കിൽ എന്നാണ് ചോദിച്ചത് അല്ലേ. 18ാമത്തത് കവിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നു എങ്കിൽ. 18ാമത്തെ ചോദ്യം നോക്കാം. യദി കവി കെ സ്ഥാൻ പർ ആപ്പ് ഹോത്തെ തോ ക്യാ പ്രതിക്രിയ ഹോത്തി? കവിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നു എങ്കിൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും എന്നാണ് ചോദ്യം. നിങ്ങളുടേതായ ഒരു ആൻസറാണ് അതിന് എഴുതേണ്ടത്. ഇനി 19ാമത്തെ ചോദ്യം നോക്കാം. ജോഡിയെ, അതായത് മിലാൻ കരയുണ്ടല്ലോ, അത് തന്നെയാണത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. तितली, मधुमक्खी, पत्नी, बच्चा. रस चाहिए, फूलों की पहचान के लिए फूल चाहिए, कोमल स्पर्श चाहिए, वेणी के लिए फूल चाहिए. ഇതൊക്കെ ആരൊക്കെയാണ് പറഞ്ഞതെന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇതിനെ യോജിപ്പിക്കണം. തിത്തലി എന്താ പറഞ്ഞത്? തിത്തലി കോമൾ സ്പർശ ചാഹിയെ എന്നാ പറഞ്ഞത് അല്ലേ. തിത്തലി കോമൾ സ്പർശ ചാഹിയെ എന്ന് പറഞ്ഞു. മധുമക്കി രസ് ചാഹിയെ എന്നാണ് പറഞ്ഞത്. മധുമക്കി തേനീച്ച. പത്നി പറഞ്ഞത് വേണി കേലിയെ ഫൂൽ ചാഹിയെ, തലയിൽ ചൂടാൻ മുടിയിൽ ചൂടാൻ പൂ വേണമെന്ന് പറഞ്ഞു. ബച്ച ഫൂലോങ്കി പഹ്ചാൻ കേലിയെ ഫൂൽ ചാഹിയെ, കുട്ടി എന്താ പറഞ്ഞത്? ഫൂലോങ്കി പഹ്ചാൻ കേലിയെ ഫൂൽ ചാഹിയെ, പൂക്കളുടെ തിരിച്ചറിവിന് വേണ്ടി, പൂക്കളെ കുറിച്ച് അറിയാൻ വേണ്ടി വേണമെന്ന് പറഞ്ഞു. മിട്ടി ബിൽക്കുൽ അച്ചി ഓർ ഉർവർ ഹോ ഗയി, സമാൻ ആശയ വാലി പങ്ക്തി ചുൻകർ ലിഖേ എന്നാണ് ചോദ്യം. മിട്ടി ബിൽക്കുൽ അച്ചി ഓർ ഉർവർ
ഹോ ഗയി എന്നർത്ഥം വരുന്ന വരികളാണ് നമ്മളോട് ഈ തന്നിരിക്കുന്നതെന്നും കണ്ടെത്തിയതാണ് പറഞ്ഞിരിക്കുന്നത്. ഉർവർ എന്ന് പറഞ്ഞാൽ മുസ്കുരായി ആണ് അല്ലേ. മിട്ടി ബിൽക്കുൽ അച്ചി ഓർ ഉർവർ ഹോ ഗയി. മിട്ടി ബിൽക്കുൽ അച്ചി ഓർ ഉർവർ ഹോ ഗയി. अपने आंगन की मिट्टी से जूझने लगा, मिट्टी मुस्कुराई, हवा गिलगिलाई. അതിൻ്റെ ആൻസറായിട്ട് വരുന്ന ഇതാണ് കേട്ടോ. അപ്പനെ ആംഗൺ കി മിട്ടി സെ ജൂഞ്ചിനെ ലഗ മിട്ടി മുസ്കുരായി. അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പനെ ആംഗൺ കി മിട്ടി സെ ജൂഞ്ചിനെ ലഗ മിട്ടി മുസ്കുരായി. അപ്പോൾ നമ്മൾ എല്ലാ ആൻസറും നോക്കിക്കഴിഞ്ഞു. ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.